അപ്പൊ അസ്ന ആദ്യം തന്നെ ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയാണ്. ഈ റൗണ്ടിന്റെ ആദ്യത്തെ പാട്ടല്ലേ പാടാൻ പോകുന്നേ. ഇശലീണം എന്ന റൗണ്ടിൽ ഏത് മ്യൂസിക് ഡയറക്ടർ പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ രഘുകുമാർ സാറിന്റെ സ്വർഗത്തെ സുൽത്താൻ വന്നിരുന്നുള്ള പാട്ട്. അപ്പൊ ഇന്ന് അസ്നയുടെ പാട്ട് ഗംഭീരായിട്ട് പാടൂ. നമ്മളൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കുറെ പേര് പറയാറുണ്ട്, അസ്നയുടെ ഫാനാണ് ഞങ്ങൾ, അസ്നയുടെ ഫാൻസ് ആണ് ഞങ്ങൾ, അസ്നയുടെ അന്വേഷണം പറയണം എന്നൊക്കെ. അപ്പൊ നന്നായിട്ട് പാടും കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു.
ശരിക്കും നമ്മളൊരു പാട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആവും ഈ കോറസിന്റെ പോർഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇന്ന് കോറസ് ആണ് ആദ്യം തുടങ്ങിയത്. അതിനൊരു ഉഗ്രം കൈയ്യടി നമുക്ക് കോറസ് ടീമിന് കൊടുക്കണം. അസ്നെ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തു അല്ലേ, ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ അസ്നയുടെ ഈ ഒരു പാട്ട് എങ്ങനെ പാടി എന്നൊക്കെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കുറേ അധികം വേരിയേഷൻസ് ഒക്കെ ഉള്ള ഒരു പാട്ടാണ്, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു നമുക്ക് അറിയണ്ടേ. ഓക്കെ അൻവർക്ക. അസ്നക്കുട്ടി എന്താ തകർത്തു. കലക്കി കളഞ്ഞു. ഇത് പാട്ട് അസ്നയുടെ പാട്ടിലേക്ക് വരും മുന്നേ ഇതിന്റെ പ്രധാനപ്പെട്ട ആളെ ഓർക്കണ്ടേ? തീർച്ചയായിട്ടും അല്ലേ? അതെ. രഘുകുമാർ മാഷ് മലയാള സിനിമ സംഗീതത്തെ 80s ആ ഒരു സമയത്ത് സജീവമാക്കി നിലനിർത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട സംഗീത സംവിധായകനായിരുന്നു രഘുകുമാർ മാഷ്. പാട്ടെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്. പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് നിന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. എന്താ ആ ബേസ് ഗിറ്റാറിന്റെ പോർഷൻസ് വരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വായിക്കാട്ടാണ്. അതുപോലെ വേറെ ഉണ്ടല്ലോ, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല്. പൊൻവീണെ കുറെ പാട്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന നമ്മൾക്ക് എല്ലാം പാടേണ്ടി വരും. മായാമയൂരത്തിലെ പാട്ട് എനിക്ക് പൊൻവീണ എന്നുള്ള പാട്ട് മനസ്സിൽ ആലോചിക്കുമ്പോഴേ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ലീഡ് ഗിറ്റാർ ഡിസ്ട്രോഷൻ യൂണിറ്റ് ഒക്കെ വെച്ച് പണ്ട് കാലത്ത് ചെറിയൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് വെച്ച് ഇവര് പഠിച്ച് ഈ പാട്ട് പഠിച്ച് തകർക്കണത് എത്രയോ വേദികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രഘുകുമാർ മാഷിന്റെ പാട്ടാണ്. വളരെ മനോഹരമായ സൃഷ്ടികൾ മലയാളികൾക്ക് തന്ന രഘുകുമാർ മാഷിനെ മനസ്സിൽ പ്രണമിക്കുന്നു. ഇനി മക്കളെ പാട്ടിലേക്ക്. നന്നായി പാടി മക്കളെ, ഉഗ്രനായിട്ട് പാടി. പൊന്നാരമണിയറയിൽ അത് അതിൻ്റെ റിപ്പീറ്റ് നല്ലതായിരുന്നു. ആ ഒരു ശൃംഗാരമാണ് അല്ലേ, പൊന്നാരമണിയ. അത് പക്ഷെ അത് ചരണത്തിൽ അത് പാടി തന്നത് കിലുകിലെ കിലുകിലെ കളി പറയുകയാണ്. വരികളുടെ അർത്ഥം കൂടെ നോക്കാറുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ സംഗീത സംവിധാനം പാട്ട് ചെയ്യാറുള്ളൂ. ഇതിൽ ഒരുപാട് ചേഞ്ചസ് ഒരുപാട് സ്ഥലത്തുണ്ട്. അതൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു പാട്ടാണ്. അത് വളരെ മനോഹരമായിട്ട് മക്കൾ പാടിയിട്ടുണ്ട്. ഇങ്ങനെ ചില ഏരിയകളിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നം. പിന്നെ ഹൈ പാടിയ 2 സ്ഥലവും ടോപ്പ് ക്ലാസ് ആയിരുന്നു. നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അൻവർക്ക. ഷബ്നം. അസ്ന എന്താ അസലായിട്ട് പാടിയെന്ന് വെച്ചാൽ അസലായിട്ട് പാടി. കാര്യം എന്താണെന്ന് വെച്ചാൽ മോളെ, ഇതിൽ ഇപ്പോൾ ബോൾഡായിട്ട് പാടേണ്ടതുണ്ട്, ഹസ്കി ആയിട്ട് പാടേണ്ടതുണ്ട്. അതായത് ഒരു 3-4 ശൃംഗാരം, അങ്ങനത്തെ ഇമോഷൻസ് ഉള്ള ഒരു പാട്ട് ഇങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. മനോഹരമായിട്ട് പാടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇക്ക പറഞ്ഞു തന്നില്ലേ, ചില ഇങ്ങനെ അത്രയും ബോൾഡായിട്ട് പാടിയിട്ട് ആ ഒരു ഹസ്കിനെസ്സിലേക്കൊക്കെ ലൈവിൽ വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ടഫ്. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നല്ല അടിപൊളി കമന്റ്സ് ഒക്കെയാണ്.